എന്തുകൊണ്ട് ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വൈകുന്നു എന്നതിന് ബോബി ചെമ്മണ്ണൂർ നൽകിയത് വിചിത്രമായ മറുപടിയാണ്. ഹോട്ടൽ ബിൽ കൊടുക്കാത്തതിന് അറസ്റ്റിലായ തടവുകാർ വേറെയുണ്ട്, അവരെ സഹായിക്കാനാണ് താൻ ജയിലിൽ തുടർന്നതെന്നും മറ്റൊരു വിചിത്രമായ മറുപടി ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ദിവസം ശബരിമല മകരവിളക്ക് മഹോത്സവമല്ലേ എന്നായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ ബില്ല് കൊടുക്കാത്തതിന് അറസ്റ്റിലായവർ ഉൾപ്പെടെ ജയിലിൽ നിരവധി പേരുണ്ട്. ഇത്തരത്തിൽ 26 കേസുകളുണ്ട്. അവരൊക്കെ 5000, 10000 ആ ഒരു പൈസ ഇല്ലാത്തതിനാൽ തന്നെ ജാമ്യം കിട്ടാതെ വിഷമിക്കുന്നവരാണ്. ഇവർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പരിഹാരം എന്നോണം ഇങ്ങനെ പറഞ്ഞു: അവരെ സഹായിക്കാനാണ് ഒരു ദിവസം കൂടി ജയിലിൽ നിന്നതെന്നും ഇത് കോടതി അലക്ഷ്യമല്ല. ജാമ്യ ഉത്തരവിന്റെ കടലാസ് ഇന്നാണ് കിട്ടിയതെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിനും നിന്നില്ല. നിസാര കേസിൽ അറസ്റ്റിലായ സഹതടവുകാർക്ക് ജാമ്യത്തിന് പണം ശരിയാക്കാനാണ് ഒരു ദിവസം കൂടി ജയിലിൽ കഴിഞ്ഞതെന്നും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഗൗരവമായി എടുത്ത കോടതി വീണ്ടും കേസ് പരിഗണിക്കുകയും ജാമ്യം റദ്ദാക്കുകയും ചെയ്യുമെന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അഭിഭാഷകൻ 10 മിനിറ്റ് കൊണ്ട് നടപടി പൂർത്തിയാക്കി ബോബിയെ പുറത്തിറക്കുന്നതും. 6 ദിവസമായി ജയിലിൽ കഴിയുകയായിരുന്ന ബോബിയെ പുറത്തിറക്കിയപ്പോൾ സ്വീകരിക്കാനായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഇന്നലെ കാത്തുനിന്നിരുന്നു. അതേപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ഒരു കൂട്ടം പേർ പ്ലക്കാർഡുകളും പൂച്ചെണ്ടുകളുമായും പുറത്തു നിന്നിരുന്നു. വലിയ ആഘോഷങ്ങളോടെ ബോബിയെ സ്വീകരിക്കാനായിരുന്നു നീക്കം നടത്തിയതും. ഇതിനിടയിലായിരുന്നു നാടകീയ സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറിയതും. ബോബി പുറത്തിറങ്ങാതായതോടെ തന്നെ സ്വീകരിക്കാൻ എത്തിയവർ തന്നെ വൈകിട്ട് 7 മണിയോടെ തന്നെ മടങ്ങുകയായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് രാവിലെ 10:15 ബോബിയുടെ അഭിഭാഷകരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ തിരക്കിട്ട് പുറത്തിറങ്ങിയതും. എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിച്ചത് ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ ഏർപ്പാടാക്കിയ ബോബി ചെമ്മണ്ണൂർ താൻ പുറത്തിറങ്ങുന്നില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂറിൻ്റെത് പബ്ലിസിറ്റി ലക്ഷ്യം വെച്ചുള്ള നാടകമാണ് എന്ന് ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ഇന്നലെ തന്നെ പുറത്തിറങ്ങുകയായിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവിടെ തന്നെ തീർന്നേനെ. എന്നാൽ പുതിയൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയതോടെ തന്നെ ബോബി ചെമ്മണ്ണൂർ മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ കച്ചവടക്കാരനായ ബോബി ചെമ്മണ്ണൂറിന്റെ ലക്ഷ്യം പബ്ലിസിറ്റി മാത്രമായിരുന്നു എന്നാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും. അതേസമയം ബോബി ചെമ്മണ്ണൂർ മനസ്സിൽ കണ്ടപ്പോഴേക്ക് തന്നെ കോടതി അത് മാനത്ത് കണ്ടു എന്ന് വേണം പറയാൻ. വിഷയത്തിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സ്വമേധയാ നടപടി സ്വീകരിക്കുകയായിരുന്നു. നാടകം വിലപ്പോകില്ല എന്നും വീണ്ടും അഴിക്കുള്ളിലാകുമെന്നും മനസ്സിലായതോടെ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ കാക്കനാട്ടെ ജയിലിലെത്തി 10 മിനിറ്റ് കൊണ്ടായിരുന്നു നടപടി പൂർത്തിയാക്കി ബോബിയെ പുറത്തിറക്കിയതും. മാധ്യമങ്ങളോട് 2 വാക്ക് പറഞ്ഞ് സ്ഥലം കാലിയാക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ചെയ്തതും. ഇനി നാടകം കളിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജുഡീഷ്യറിക്കും മുകളിലാണോ ബോബി ചെമ്മണ്ണൂർ എന്നായിരുന്നു കോടതി ചോദിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.